വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ SCERTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഏകദേശം നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈ തവണ മാറിയിട്ടുണ്ട്, പാറ്റേണൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാസ് 2 questions 1A and B. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്, 1Aയും 1Bയും ഉണ്ട്. യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ, പക്ഷെ നമ്മളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1A എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ BC PQ ZY ആർ പാരലൽ, അഥവാ BC അതുപോലെ തന്നെ PQ XY അല്ലേ, ഇതെല്ലാം എന്താണ്, പാരലൽ ആണെന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ PXY എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ഇവിടെ നോക്കൂ, കോൺ ബി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 110 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെന്താണ്, ഇതിനെയാണ് നമ്മൾ ലീനിയർ ആംഗിൾ എന്ന് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അഥവാ ഇതെന്താണ്, ഒരു ലീനിയർ പെയർ ആണ്. ഒരു ലീനിയർ പെയർ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി 110 ആണ്. അപ്പോൾ 110ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 180 മൈനസ് 110 എന്ന് കൊടുക്കുക. എത്രയാണ് കിട്ടുക, 70 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പെയർ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ. അപ്പോൾ അടുത്തത് ഇവിടെ നോക്കൂ, കോൺ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 80 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് എത്രയായിരിക്കും, 100 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് ബാക്കിയുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ കോൺ ബി എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ കോണില്ലേ, ഈ 70 എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു കോണ്, ഇതിനെ നമ്മൾ പറയുന്നതാണ് കറസ്പോണ്ടിങ് കോൺ എന്ന് പറയും. കാരണം ഇതെന്താണ്, ഈ ഒരു ഇതും എന്താണ്, പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കോണും സെയിം തന്നെയായിരിക്കും. അഥവാ ഇതും 70 ഡിഗ്രി തന്നെയായിരിക്കും, ഇതും 70 ഡിഗ്രി തന്നെയായിരിക്കും. ബിക്കോസ് ദിറ്റ്സ് ഓൾ ഈസ് കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾ ആയതുകൊണ്ടാണ്. ഇനി അപ്പോൾ നമുക്ക് ഇത് മൂന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇത് വീണ്ടും ലീനിയർ പെയർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ബാക്കി എത്രയാണുള്ളത്, 110 ആണുള്ളത്. അപ്പോൾ ഇത് 110 എന്ന് വരും. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, 80 ഡിഗ്രിയാണ്. ഇത് 80 ആണെങ്കിൽ ഇവിടെയും 80 ഡിഗ്രിയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ലീനിയർ ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ, ഇതിൻ്റെ നേരെ ലീനിയർ ആയിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇതും 100 ആണ്, ഇതും 100 ആണ്, ഇതും 100 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇവിടെ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീനിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും, ലീനിയർ പെയർ 180 ആയിരിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളും അതേ സെയിം ആംഗിൾ ലെങ്ത് തന്നെയാണ് വരുന്നത്, ആംഗിൾ കോൺ തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ ആകെ കോണുകൾ എന്ന് പറയുന്നത് 180 ആയിരിക്കണം. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ആംഗിൾ 80 ആണ്, ഈ ആംഗിൾ 70 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. എന്നിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 150 അല്ലേ, 150 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മൊത്തം 180 ആണ്, അതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 30 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ BXY എന്നാണ് ചോദിച്ചിട്ടുള്ളത്. BXY എന്നുള്ള ഈ കോണാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വേറെ കളർ ഉപയോഗിക്കാം, ബ്ലാക്ക്. ഈ കോണാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കോൺ എത്രയാണ്, 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി എന്ന് എഴുതുക. നെക്സ്റ്റ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ XYD. XYD ഏതാണ് കൂട്ടുകാരെ, X എവിടെയാണെന്ന് നോക്കുക. X ഇതാണ്. XYD എന്ന് പറയുന്നത്
ഈ കോണാണ്. ഈ കോൺ എത്രയാണ്? 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ ആർ? കോൺ ആർ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് 30 ഡിഗ്രി. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ? പി ക്യു ആർ എവിടെയാണ്? പി ക്യു ആർ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൽ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ഇതാണ് 70 ഡിഗ്രി, ഒന്ന് ഇതാണ് 80 ഡിഗ്രി, ഒന്ന് 30 ഡിഗ്രി ആണ്. ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 80 ആണ്. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ, എമംഗ് ദ പെയർ ഓഫ് ആംഗിൾസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ പെയർ വിത്ത് ഈക്വൽ മെഷർമെൻറ്റ്. ഇവിടെ ഈക്വൽ മെഷർമെൻറ്റിലുള്ളത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ചോദിച്ചിട്ടുള്ളത് എക്സ് പി ക്യു എന്നുള്ളതാണ്. എക്സ് പി ക്യു എന്ന് പറയുന്ന ഇത് എത്രയാണ്? 110 ആണ്. അപ്പോൾ ഇവിടെ 110 എന്ന് എഴുതാം. ഇനി പി ക്യു വൈ എന്ന് പറയുന്നത് ഏതാണ്? പി ക്യു വൈ എന്ന് പറയുന്നത് 100 ആണ്. ഇതാണ്. അപ്പോൾ അത് 100 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. നെക്സ്റ്റ് വൺ പി പി സി എന്നുള്ളതാണ്. ഇതിലേതാണ്? പി സി എന്ന് പറയുന്ന ഇതാണ്. ഇത് 110 ആണ്. അടുത്തത് എക്സ് പി ക്യു എന്ന് പറയുന്നതാണ്. എക്സ് പി ക്യു എന്ന് പറയുന്നത് ഇത് എത്രയാണ്? ഇതും 110 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ആണ്. ഇനി ഇത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സി ആണ്. പി ക്യു സി എന്നുള്ളതാണ്. പി ക്യു സി ഇതാണ്. പി ക്യു സി എന്ന് പറയുന്നത് ഇത് 100 ആണ്. ഇനി പി സി ക്യു എന്ന് പറയുന്നതോ? പി സി ക്യു എന്ന് പറയുന്ന ഇതെത്രയാണ്? സോറി, പി ക്യു സി അല്ലേ? പി ക്യു സി ഇതാണല്ലേ? ഇതാണ്. അപ്പോൾ ഇത് 80 ആണ്. ഇത് 100 ആണ്. ഇനി ആർ പി സി ആണ്. ആർ എവിടെ? ആർ ഇവിടെ. ആർ പി സി എന്ന് പറയുന്ന ഇത് 70 ആണ്. അതുപോലെ തന്നെ ആർ സി പി എന്ന് പറയുന്ന ഇത് 80 ആണ്. അപ്പോൾ ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി മാത്രമാണ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോയാലോ? നെക്സ്റ്റ് ഇതിലെ ബി ആണ്. ഇൻ ദ ഫിഗർ എ ബി ഈസ് പാരലൽ ടു സി ഡി. അപ്പം നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. എ ബി എന്ന് പറയുന്നത് ഇതാണല്ലേ? ഈ ലൈനാണ് എ ബി എന്ന് പറയുന്നത്. ഈ ലൈന് ഈ സി ഡി എന്ന് പറയുന്ന ലൈനിൽ പാരലൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതും പാരലലാണ്. ദെൻ കോൺ ഇ ജി എച്ച്. ഓക്കെ, ഇ ജി എച്ച് എന്ന് പറയുന്ന ഈ കോണ് ഓക്കെ എത്രയാണ്? ഇ ജി എച്ച് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ജി ജെ ഡി എന്ന് പറയുന്ന ഇത് 125 ആണ്. അതുപോലെ ഇ എഫ് ജി എന്ന് പറയുന്ന ഈ കോണ് 50 ആണ്. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ ജി എച്ച് ജെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ കണ്ട പോലെ തന്നെ ഇതിലെ കുറച്ച് കോണുകൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ കോണ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ കോൺ എത്രയായിരിക്കും? ഇത് മുഴുവൻ 180 ആയിരിക്കും അല്ലേ? 180 ആയിരിക്കും. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 125 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു 180യിൽ നിന്നും 180 മൈനസ് 125 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും ഉത്തരം എന്ന് പറയുന്നത്? ഉത്തരമായിട്ട് നമുക്കവിടെ 55 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോണ് നമുക്ക് മനസ്സിലായി 55 ആണെന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് കോണാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺ എത്രയാണ്? 55 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറയുന്നത് ഇത് മൊത്തം ഒരു ട്രയാങ്കിൾ ആണല്ലേ? അപ്പോൾ ട്രയാങ്കിൾ നമുക്കറിയാം. ട്രയാങ്കിൾ മൊത്തം 180 ആണ് വരുന്നത്. അതിൽ ഇവിടെ 50 വന്നിട്ടുണ്ട് പ്ലസ് 55 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് 180യിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 105 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ബാക്കി എത്രയാണുള്ളത് കൂട്ടുകാരെ? ബാക്കി 75 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഈ കോൺ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. ഇത് 75 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ കോണ് ഈ എച്ച് എന്ന് പറയുന്ന കോൺ എന്താണ്? എഫിൻ്റെ ഓൾട്ടർനേറ്റീവ് കോണാണ് അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? എച്ച് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 50 ആണ്. ഈ ഒരു ഇതെന്ന് പറയുന്നത് അടുത്ത ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് 55 ആണ്. എച്ച് എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും എന്നാണ് അവിടെ വരുന്നത്? ജി എന്ന കോണ് എത്രയാണ്? 75 ആയിരിക്കും അല്ലേ? ഈ കോൺ എന്ന് പറയുന്നത് 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മെഷർ ഓഫ്
GHJ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് GHJ എന്ന് പറയുന്നത്? GHJ ഈ കോണാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എത്രയാണ് കൂട്ടുകാരെ GHJ എന്ന് പറയുന്നത്? 50 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ അവിടെ 50 ഡിഗ്രി എന്ന് എഴുതി കൊടുക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് HGJ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. HGJ എന്ന് പറയുന്ന ഈ കോണാണ് ചോദിച്ചിട്ടുള്ളത്. അത് 75 ആണ്, 75 ഡിഗ്രി ആണ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു HGJ. HGJ എന്ന് പറയുന്ന ഈ ഒരു കോണിന് ഈക്വൽ ആയിട്ടുള്ള അടുത്ത കോൺ എന്ന് പറയുന്നത് ഏതാണ്? ഏത് കോണാണ്? ഇതാണ് അല്ലേ? അഥവാ EFG എന്നുള്ളതാണ്. കോൺ EFG എന്ന് പറയുന്ന ഈ കോണാണ് ഈക്വൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് AEF എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ A ഇവിടെ ഉണ്ട്, E ഇവിടെ ഉണ്ട്, F ഇവിടെയാണ്. ഈ കോണാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കോണ് 75 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 ഇത് മൊത്തം വരുന്നത് 180 ആണ്. 180യിൽ നിന്നും 75 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അഥവാ എത്രയാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കൂ. 180യിൽ നിന്നും 180 മൈനസ് 75 എത്രയാണ്? 105 എന്നാണ് കിട്ടുന്നത്. 105 ഡിഗ്രി ആണ്. നെക്സ്റ്റ് വൺ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സുരഭി റിഗാർഡിംഗ് ദ ആംഗിൾസ് ഓഫ് 2 ട്രയാങ്കിൾസ് ബിറ്റ്വീൻ പാരലൽ ലൈൻ ആസ് സീൻ ഇൻ ദ പിക്ചർ. ഇവിടെ ഈ പിക്ചറിൽ രണ്ടെണ്ണം എന്താണ്? പാരലൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കോൺ C എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ABD എന്നതിൻ്റെ ആദ്യം നോക്കാം. ഇവിടെ 50 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇത് മൊത്തം എത്രയായിരിക്കും? ഇതായതുകൊണ്ട് ഇതെന്താണ്? 90 ആയിരിക്കും മൊത്തം. അപ്പോൾ അവിടെ 50, ബാക്കി എത്ര ഉണ്ട്? 40 ഡിഗ്രിയാണ് ബാക്കിയുള്ളത്. ഇനി കോൺ B എന്ന് പറയുന്നത് ഇതെത്രയാണ്? ഇവിടെയും 90 ഡിഗ്രിയാണ് വരിക. കാരണം ഇതൊരു ലംബമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് 90ഉം 40ഉം ആയി, ബാക്കിയുള്ളത് 50 ആണ്. അപ്പോൾ കോൺ B എന്ന് പറയുന്നത് 50 ഡിഗ്രിയിൽ വരും. ഇനി ഇത് കോൺ B 50 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ എന്താണ് പറയുക, ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഇത് 50 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാം. ദ മെഷർ ഓഫ് കോൺ ABD ഈസ് ഈക്വൽ ടു BAD. അപ്പോൾ ABD എന്ന് പറയുന്നത് എത്രയാണ്? ABD എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇനി BAD എന്ന് പറയുന്നതോ? BAD എന്ന് പറയുന്നത് ഇത് 40 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇനി അടുത്തത് മെഷർ ഓഫ് BAD. BAD എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് 40 ആണ്. ACD എന്ന് പറയുന്നതോ? ACD എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി അടുത്തത് വേണമെങ്കിൽ നോക്കാം. കോൺ ABD എന്ന് പറയുന്നത് ABD എന്ന് പറയുന്നത് ഇത് 50 ആണ്. DAC എന്ന് പറയുന്നതോ? DAC എന്ന് പറയുന്നതും എത്രയാണ്? 50 തന്നെയാണ്. അപ്പോൾ ഇതും 50 ആണ്. ദ മെഷർ ഓഫ് ABC എന്ന് പറയുന്നത് 50 ആണ്. ACB എന്ന് പറയുന്നതോ? ACB എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഇതുമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. നോക്കൂ, 2ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്. Question A. A statement and reason is given below. താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണും നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്: if 8 liters of milk is filled in 6 identical bottles, each bottle contains 8/6 liters of milk. അഥവാ 8 ലിറ്റർ പാലുണ്ട്, അത് നമ്മൾ 6 ഐഡൻറ്റിറ്റിക്കൽ ബോട്ടിൽ ആക്കുകയാണെങ്കിൽ അതിനെന്താണ്? ആ ബോട്ടിലുള്ളതിന് നമ്മൾ 8/6 അഥവാ 8/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? ശരിയാണ്. റീസണ് 8/6 മീൻസ് 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. അഥവാ 8/6 എന്ന് പറയുന്നത് 6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല അല്ലേ? 8 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 6 ആണെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. നേരെ തിരിച്ചാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇത് റോങ് ആണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഫൈൻഡ് വിച്ച് ഈസ് കറക്റ്റ്. അപ്പോൾ ഈ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കുക.
നമുക്കിപ്പോൾ മനസ്സിലായി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും റീസൺ റോങ് ആണ് എന്ന് മനസ്സിലായി. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് കറക്റ്റ്, രണ്ടും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ബി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് റോങ്ങും റീസൺ കറക്റ്റുമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ഓപ്ഷനായിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസൺ റോങ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മേ ബി ഇത് താഴേക്ക് വന്നിട്ട് ഒരു ഓപ്ഷനും കൂടി ഇടാനുണ്ടായിരിക്കും, അതോടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷോ 3/5 പാർട്സ് ഓഫ് ഇറ്റ്സ് 1/3 പാർട്ട് ബൈ ഷെയ്ഡിങ് ഇറ്റ്. അഥവാ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റെക്റ്റാങ്കിളിനെ 1/3 അഥവാ 3/5 പാർട്സ് ഓഫ് 1/3 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെക്റ്റാങ്കിളിനെ ആദ്യം 3 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 1/3 കിട്ടി അല്ലേ, 1/3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഇതിലെ 3/5 ആണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഷോ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്നും ഒരു ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3/5 പാർട്സ് ഓഫ് ഇറ്റ്സ് 1/3 എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി, area of a rectangular shaped plot is 384 square meter. There is a garden inside the plot which has an area 5/12 parts of the plot. Find the area of the garden എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൂട്ടുകാരെ, ഇവിടെ ഒരു ഗാർഡൻ്റെ എന്താണ് കണ്ടത്, ഏരിയ ഓഫ് ഗാർഡൻ ആണ് നമുക്ക് കാണേണ്ടത്. ഏരിയ ഓഫ് ഗാർഡൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഏരിയ ഓഫ് ഗാർഡൻ. അപ്പോൾ നമുക്ക് എവിടെ എഴുതാം, ആൻസർ ഇവിടെ എഴുതാം. ഏരിയ ഓഫ് ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ്, 5/12 ഓഫ് ഏരിയ ഓഫ് പ്ലോട്ട് എന്നുള്ളതാണ്. പ്ലോട്ടിൻ്റെ 5/12 എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ടു 5/12 ഇൻറ്റു ഈ പ്ലോട്ടിൻ്റെ ഏരിയ എത്രയാണ്, 384 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 5/12 എന്നതിന് എന്ത് ചെയ്യണം, 384 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈസി ആയിട്ട് 384നെ നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാം 12 കൊണ്ട്. 38ൽ 3 ടൈംസ് പോകും, എത്രയാണ്, 36 ആണ്. ബാക്കി 2 ആണ്, 24ൽ 2 ടൈംസ് പോകും, അപ്പോൾ 32 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ താഴെ എഴുതുക ഈക്വൽ ടു 32 ഇൻറ്റു ബാക്കി എന്താണുള്ളത് അവിടെ, 32 ഇൻറ്റു 5 ആണുള്ളത് അല്ലേ, 32 ഇൻറ്റു 5 ആണുള്ളത്. ഇൻറ്റു 5 എത്രയാണ്, 32 ഇൻറ്റു 5 എന്ന് പറയുന്നത് 160 ആണ്. 160 സ്ക്വയർ മീറ്റർ എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഈ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ODC വിത്ത് OD ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ, ദെൻ OC ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, കോൺ D ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമുക്ക് വരക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് OD എന്ന് പറയുന്ന ഒരു 9 സെൻറ്റിമീറ്റർ വരക്കുക. OD, ഇതിന് OD എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ ഏകദേശം ഒരു ഇത്തര വരും. എന്നിട്ട് അത് നേരെ വരച്ചു കൊടുക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് OC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ OC നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ കോമ്പസിൽ പെൻസിൽ വെച്ചുകൊണ്ട് സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ അളക്കുക. എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഒരു ഇത് വരച്ചു കൊടുക്കുക, എവിടെയാണെങ്കിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് വരിക. ഇതിന് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇത് 30 ഡിഗ്രി ആയിരിക്കണം. അതൊക്കെ നിങ്ങളതിൽ മാർക്ക് ചെയ്യുകയും വേണം. Without changing the measure of OD and con D, it is not possible to draw the triangles with the measure of OC is. അപ്പോൾ ഇവിടെ എന്താണ്, OD എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, കോൺ ഡിയും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ OC എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വരക്കാൻ പറ്റാത്ത ഏത് മെഷർമെൻ്റ് ആണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വരച്ചത് 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഏത് വരക്കുകയാണെങ്കിലും ഇതിനേക്കാൾ ബിഗ് ആണെങ്കിൽ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും, സ്മോൾ ആണെങ്കിൽ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 5 സെൻറ്റിമീറ്ററിനേക്കാളും ചെറുത് ഏതാണ് ഇതിൽ ഓപ്ഷൻ ഉള്ളത്, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ആണ്.
അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വെച്ചിട്ട് നമുക്ക് ഇത് വരക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ഇൻ ദ ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റെപ്രസെൻറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ്. സി ദ സ്റ്റേറ്റ്മെൻറ്റ് ബാബു റോട്ട് റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ ബാബു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്ചർ ഒന്നും കൂടെ കാണിക്കാം, എന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളിത് ശരിക്കും ഇങ്ങനെ വരക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ എത്ര ഭാഗങ്ങളായിരിക്കും കൂട്ടുകാരെ കിട്ടുന്നത്? 1 2 3 അല്ലേ? 3 വെച്ചുകൊണ്ട് 1 2 3 4 5 ആണ്. അഥവാ 5 × 3 എന്ന് പറയുന്നത് 15 പാർട്സ് ആണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ 15 പാർട്സ് കിട്ടുന്ന ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2/5 പാർട്സ് ഓഫ് 2/3 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2/5 × 2/3 ചെയ്ത് നോക്കുക. എത്രയാണ്? 4 5 × 3 15. നെക്സ്റ്റ് വൺ നോക്കൂ. നെക്സ്റ്റ് വൺ എത്രയാണ്? 1/3 പാർട്സ് ഓഫ് 2/5 ആണ്. ഇവിടെ 1/3 × 2/5 ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടും? 1 × 2 2 ആണ്. 3 × 5 15 ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത് രണ്ടും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഏതാണ് നോക്കേണ്ടത്? ഇനി അടുത്തത് നോക്കൂ. 4/5 × 2/3 എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? 6 എന്ന് വരും. അതുപോലെ ഇവിടെ 15 എന്ന് വരും. അപ്പോൾ 4/15 പാർട്സ് ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ എന്നാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 4 ഭാഗങ്ങളാണുള്ളത് അല്ലേ? ഇതിന് 4 പാർട്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 / അപ്പോൾ ഇവിടെ നോക്കൂ, 4/15 എന്നാണ്. ആകെ നമ്മൾ പറഞ്ഞു ഇതിന് 15 ഭാഗങ്ങളാണുള്ളത് അല്ലേ? അതിൽ 4 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ 15 പാർട്സ് ഉണ്ട്, അതിൽ 4 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ 1ഉം 4ഉം ആണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കൂ, ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്നത് ഓൺലി 4 എന്നുള്ളതാണ്. എഫ് എന്ന് പറയുന്നത് 1 and 2 എന്നുള്ളതാണ്. ജി എന്ന് പറയുന്നത് 1 and 4 ആണ്. എച്ച് എന്ന് പറയുന്നത് 2 and 3 ആണ്. അപ്പോൾ ഓപ്ഷൻസ് ജി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കൂട്ടുകാരെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയം കുറച്ചേ ഉള്ളൂ, എക്സാം നാളെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകാർക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. മാത്സ് ആണ്, എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.